അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന തലസ്ഥാന നഗരിയിൽ കുറഞ്ഞ ചിലവിൽ മികവുറ്റ ലക്ഷറി അപ്പാർട്ട്മെന്റുകളുമായി കോർഡോൺ കൺസ്ട്രക്ടേഴ്സ് ആൻഡ് റിലേറ്റേഴ്സിന്റെ 19ാമത് പ്രൊജക്ട് കോർഡോൺ വിസ്താരയുടെ തറക്കല്ലിടൽ കഴക്കൂട്ടം സെന്റ് തോമസ് കോളേജിന് എതിർവശത്തായി നടന്നു. കോർഡോണിന്റെ ചെയർമാൻ അയ്യപ്പൻ ഉണ്ണിത്താനാണ് തറക്കല്ലിട്ട് ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിനോടനുബന്ധിച്ച് റോട്ടറി ക്ലബിന്റെ ഭാരവാഹികൾ വൃക്ഷത്തൈകൾ നട്ടു. നാഷണൽ ഹൈവേയിലേക്കും MC റോഡിലേക്കും കണക്ടിവിറ്റി. ടെക്നോ പാർക്കും കിൻഫ്ര പാർക്കും ലുലു മോളും 10 മിനിറ്റ് ദൂരപരിധിയിൽ. ഞൊടിയിടയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന തലസ്ഥാന നഗരിയുടെ ഹൃദയഭൂമിയിൽ മേൽപ്പറഞ്ഞ സൗകര്യങ്ങളോടുകൂടി ഒരു സ്വപ്നഭവനം ലഭിക്കുക എന്നത് ഏതൊരു മലയാളിയുടെയും സ്വപ്നമാണ്. വിശ്വാസത്തിൻ്റെ 15 വർഷങ്ങളിലൂടെ സഞ്ചരിച്ച് മലയാളി മനസ്സുകളിൽ നിറഞ്ഞുനിന്ന ഭവന സ്വപ്നത്തിന് പൂർണ്ണരൂപം നൽകിയ കോർഡോൺ കൺസ്ട്രക്ടേഴ്സ് ആൻഡ് റിലേറ്റേഴ്സിൻ്റെ 19ാമത്തെ സൂപ്പർ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റാണ് കോർഡോൺ വിസ്താര. ഗുണനിലവാരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നതിനാൽ കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം പൂർവാധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് 19ാമത്തെ ഈ പ്രോജക്റ്റ്. തിരുവനന്തപുരത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് പ്രസ്ഥാനത്തിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തരായ യുവതലമുറയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇപ്പോഴുള്ളതെന്നും അവർക്ക് പിന്തുണ നൽകാൻ പരിചയസമ്പന്നരായ നിരവധി വ്യക്തികൾ പിന്നിലുണ്ടെന്നും കോർഡോൺ വിസ്താര പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ ചെയർമാൻ അയ്യപ്പൻ ഉണ്ണിത്താൻ പറഞ്ഞു. തിരുവനന്തപുരത്തിൻ്റെ ഇപ്പോഴുള്ള വളരെ പോസിറ്റീവായ റിയൽ എസ്റ്റേറ്റ് സിനോറിയോയെ പറ്റിയാണ് മനസ്സിലാകുന്നത്. ശരിയെങ്കിൽ ഇന്ന് വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന മിക്ക റിയൽ എസ്റ്റേറ്റ് പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനം ആദ്യം ഇത് തുടങ്ങിയ തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് പതിയെ പതിയെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞ അടുത്ത തലമുറക്കാർ ഇത് കൈകാര്യം ചെയ്യുന്നതിലെല്ലാം വളരെ മിടുക്കരും. അവരെല്ലാം ഒന്നുകിൽ എഞ്ചിനീയറിംഗ് രംഗത്തോ അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് രംഗത്തോ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ലഭിച്ചവരാണ് എന്ന് പറയുവാൻ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇനി ഇവരാണ് ഈ രംഗത്തെ മുമ്പോട്ട് നയിക്കപ്പെടേണ്ടത്. അവരെ അത്യാവശ്യം ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മുൻ തലമുറയിൽപ്പെട്ട വളരെ പരിചയസമ്പന്നരായ നിരവധി വ്യക്തികൾ അവരുടെ പിന്നിലുണ്ടെന്നുള്ളതും അവരാൽ ഒരുക്കപ്പെട്ട ഒരു ബലമുള്ള ഫൗണ്ടേഷനിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ വലിയ വളർച്ചയിലേക്ക് എത്തിക്കുന്നതിനുള്ള ബാധ്യതയും അതിനുള്ള അനുകൂലമായ സാഹചര്യവും ഈ തലമുറക്കാരായുള്ള യുവാക്കൾ മനസ്സിലാക്കി കൂടുതൽ ആർജവത്തോടും അർപ്പണബോധത്തോടും കൂടി പ്രവർത്തിക്കുമെന്നും അതിനുള്ള എല്ലാ നല്ല അവസരങ്ങളും അവർക്ക് ലഭ്യമാകട്ടെ എന്ന് ഞാനിപ്പോൾ ആശംസിക്കുകയാണ്. കോർഡോൺ വിസ്താരയുടെ 35 അമ്യൂണിറ്റിയെ പറ്റിയും മറ്റ് പ്രത്യേകതകളും കോർഡോൺ MD അരുൺ A ഉണ്ണിത്താൻ വ്യക്തമാക്കി. ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ച് ഈ പ്രോജക്റ്റ് സെൻറ്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ നേരെ എതിർവശത്താണ്. നമുക്ക് സമീപ പ്രദേശങ്ങളിൽ തന്നെ ടെക്നോ പാർക്ക് ഫേസ് 1, 2, 3, 4 മുതലായ കാര്യങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, നമ്മുടെ ലൈഫ് സയൻസ് പാർക്ക്, ഒരുപാട് നിക്ഷേപ അന്തരീക്ഷമുള്ള ഏരിയകൾക്ക് അടുത്താണ് ഈ പ്രോജക്റ്റ്. മെയിൻ റോഡിനോട് ചേർന്നാണ്. എന്നാൽ മെയിൻ റോഡിൽ നിന്ന് ഇച്ചിരി മാറി അകത്തോട്ട് കയറി കിടക്കുന്ന 85 സെൻറ്റ് സ്ഥലത്ത് 112 യൂണിറ്റാണ് നമുക്കിപ്പം ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും നല്ല സംവിധാനങ്ങളെല്ലാം, അമ്യൂണിറ്റീസ് എല്ലാം നമ്മളിതിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനകത്ത് മറ്റ് പ്രോജക്റ്റുകളിൽ ഇപ്പോൾ ഞാൻ കാണില്ലാത്ത ഒരു അമ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൈ ഫാൾസ് എന്ന് പറഞ്ഞൊരു പുതിയ അമ്യൂണിറ്റി നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ഈ പ്രോജക്റ്റിൻ്റെ ടെറസിൻ്റെ സൈഡിലായിട്ട് 14 അടി പൊക്കത്തിൽ നിന്നൊരു വെള്ളച്ചാട്ടം, ഒരു കാസ്കേഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനോട് ചേർന്ന് സ്കൈ ലോഞ്ച് എന്ന് പറഞ്ഞ് ആൾക്കാർക്ക് ഇരിക്കാനും റിലാക്സ് ചെയ്യാനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. സ്കൈ ഫാൾസ് വിത്ത് സ്കൈ ലോഞ്ച് ഒരു പുതിയ അമ്യൂണിറ്റിയാണ്. പിന്നെ ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള എല്ലാ പ്രോജക്റ്റുകളിലും ഇച്ചിരി കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് ഒരു അമ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വാൻറ്റേജ് ഒരു വ്യൂ പോയിൻ്റാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ 14ാമത്തെ നിലയിൽ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ വളരെ സേഫായിട്ട് ഈ സിറ്റി മുഴുവൻ കാണത്തക്ക രീതിയിൽ ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഗോൾഫ് ക്ലബിനടുത്തുള്ള SFSൻ്റെ റിട്രീറ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ ശ്രീകാന്ത് സാറ് ചെയ്ത ഒരു അമ്യൂണിറ്റിയാണ്. അപ്പോൾ ആ പ്രോജക്റ്റ് കാണാൻ പോയപ്പോഴേ ഞാൻ മനസ്സിലാലോചിച്ച് വെച്ചിരുന്നു അടുത്ത ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഇതിൻ്റെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് ചോദിച്ചു, ഞങ്ങൾ ഞാനിത് ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തോട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ആയതുകൊണ്ട് കുഴപ്പമില്ല, വേറെ ആരെങ്കിലും ആയിരുന്നു ഞാൻ സമ്മതിക്കില്ല.
അതിനകത്ത് ഉൾപ്പെടുത്തിക്കോളൂ എന്ന് അദ്ദേഹം അനുവാദം തന്നതിൻ്റെ പുറത്ത് നമ്മൾ അങ്ങനെ ഒരു അമ്യൂണിറ്റീസ്, പിന്നെ മിയാവാക്കി ഫോറസ്റ്റ് വിത്ത് അക്യൂപഞ്ചർ വാക്ക്വേ, ബാക്കിയുള്ള അമ്യൂണിറ്റീസ് എല്ലാം നിങ്ങൾക്ക് പരിചയമുള്ള അമ്യൂണിറ്റീസാണ്. സ്വിമ്മിംഗ് പൂള്, ഹോം തിയേറ്റർ, അങ്ങനത്തെ അമ്യൂണിറ്റീസ് എല്ലാം നിങ്ങൾക്ക് പരിചയമുള്ള സംഭവങ്ങളാണ്. വിഴിഞ്ഞം പദ്ധതി അടക്കം ചുരുക്കം ചില പദ്ധതികൾ കൂടി പൂർത്തിയായി കഴിയുമ്പോഴേക്കും തലസ്ഥാന നഗരിയുടെ മുഖച്ഛായ ആകെ മാറും. മാറുന്ന തലസ്ഥാനത്തിൻ്റെ മാറുന്ന ഭവന സ്വപ്നത്തിൻ്റെ പുതിയൊരു മുഖമാണ് കോർഡോൺ. ഇത് ആക്ച്വലി നമ്മുടെ ഒരു ഫ്യൂച്ചർ ഡെവലപ്പിംഗ് ഏരിയയാണ് ഈ ചന്തവിള ടെക്നോ സിറ്റി ഏരിയ എന്ന് പറയുന്നത്. പോത്തങ്കോട് ഒരു 1 or 2 years കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു മേജർ സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് മാറും. കാരണം ഒന്ന് NH66 വികസനം. ഇന്ന് നമ്മൾ സിറ്റിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ടെക്നോ പാർക്കിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒരു പീക്ക് അവറിൽ ഏകദേശം 1 മണിക്കൂറോളം സമയമെടുക്കും. നേരെ മറിച്ച് ഇതുപോലെ ഒരു സ്ഥലത്തു നിന്ന് ടെക്നോ പാർക്കിലേക്കോ ടെക്നോ സിറ്റിയിലോ എത്താൻ 5-10 മിനിറ്റ് മതി. ഈ പ്രദേശത്ത് പണ്ട് ഉണ്ടായിരുന്ന ഒരു കുറവെന്ന് പറയുന്നത് സ്കൂൾസ് ആൻഡ് കോളേജസ് ഇവിടെ കുറവായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വീട് വെച്ചാലും മക്കളെ പഠിപ്പിക്കാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമായിരുന്നു. ഇന്നിപ്പോൾ അത് വേണ്ട. സെൻറ്റ് തോമസ് സ്കൂൾ ഇവിടെ ഉണ്ട്, ക്രൈസ്റ്റ് നഗർ സ്കൂളുണ്ട്, അമൃത വിദ്യാലയത്തിൻ്റെ ഒരു വലിയ സ്കൂൾ വരാൻ പോകുന്നു. അപ്പോൾ ഈ ചന്തവിള ഏരിയ, പിന്നെ സൈനിക് സ്കൂളുണ്ട്, കെൻഫ്ര ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു ഹോട്ട് റെസിഡൻഷ്യൽ സ്പോട്ടായിട്ട് മാറാൻ പോകും. കാരണം ഇവിടെ നിന്ന് ടെക്നോ പാർക്കിലേക്ക് പോകാനും ടെക്നോ സിറ്റിയിലേക്കായാലും ഡിജിറ്റൽ ബയോ ലാബിലേക്ക് പോകുന്ന ഏരിയയിലും എല്ലാം ഒരേ ഡിസ്റ്റൻസാണ്. മിനിമം ട്രാവലിംഗ് ഡിസ്റ്റൻസിൽ പോയി വരാം. പിന്നെ ഒരു ശാന്തമായ വളരെ സെറീൻ നേച്ചറുള്ളൊരു സ്ഥലമാണ്, നല്ല ക്ലൈമറ്റ്, എന്തുകൊണ്ടും ഒരു ക്രൗഡഡ് അല്ല. ആ ഒരു അഡ്വാൻറ്റേജ് ഈ ഏരിയയ്ക്ക് നന്നായിട്ടുണ്ട്. മികച്ച വിദ്യാഭ്യാസ ആശുപത്രി സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പുറം ജില്ലയിൽ നിന്ന് നിരവധി പേർ തിരുവനന്തപുരത്ത് എത്താറുണ്ട്. അവർക്ക് കഴക്കൂട്ടത്തുള്ള ഈ പ്രൊജക്റ്റ് എല്ലാ തരത്തിലും ഗുണകരമായി മാറുമെന്ന് കോർഡോൺ എന്ന സംരംഭം വിശ്വസിക്കുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രം നല്ലൊരു ബൂമിംഗ് സ്റ്റേജിലാണ്. അതായത് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിനോട് അനുബന്ധിച്ച് ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ പുറത്തുനിന്ന് ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് പത്തനംതിട്ട, നമ്മുടെ ഇവിടെ നിന്ന് തന്നെ പത്തനംതിട്ടയിൽ നിന്നും നമ്മുടെ കൊല്ലത്തു നിന്നും ഒക്കെ ഒരുപാട് പേര് ട്രിവാൻഡ്രം മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓൺലി ബിക്കോസ് ഓഫ് നല്ല എഡ്യൂക്കേഷൻ, നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, ബാക്കി എല്ലാ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് എല്ലാം നമുക്കിവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഈ ഒരു 19ാമത്തെ പ്രോജക്റ്റ് വിസ്താര 36 അമ്യൂണിറ്റീസോട് കൂടിയാണ് ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അതായത് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള അമ്യൂണിറ്റീസ് എല്ലാ പ്രോജക്റ്റിലും കണ്ടുവരുന്നത് അല്ലാത്ത രീതിയിൽ മിയാവാക്കി ഫോറസ്റ്റ് വിത്ത് വാക്ക് വേ, പിന്നെ ഒരു സ്കൈഫോൾ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ ജിം, പിന്നെ ക്ലോസ്ഡ് AC ജിം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അമ്യൂണിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. എങ്കിൽ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. പിന്നെ കഴക്കൂട്ടം സെൻറ്റ് തോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഡയഗണലി ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ പ്രോജക്റ്റ് വരുന്നത്. ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വരുന്നൊരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ലൈക്ക് സൈനിക് സ്കൂൾ വരുന്നുണ്ട്, ക്രൈസ്റ്റ് നഗർ ഇൻ്റർനാഷണൽ സ്കൂൾ, പിന്നെ നമുക്ക് ഹൈവേന്ന് വളരെ ഈസി ആക്സസ് ആയിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നൊരു പ്രോജക്റ്റാണ്. അതുപോലെ തന്നെ MC റോഡിലോട്ടും നമുക്ക് കണക്ടിവിറ്റി ഉള്ളൊരു റോഡാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് നമ്മളിവിടെ ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം. പ്രോജക്റ്റ് ആരംഭിച്ച തൊട്ടു പിന്നാലെ തന്നെ നിരവധി പേരാണ് കോർഡോൺ എന്ന സംരംഭത്തോടുള്ള വിശ്വാസത്തെ തുടർന്ന് സ്വന്തം ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയുള്ള ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത്. മെയിൻലി ഇപ്പോൾ ശിവറാം പറഞ്ഞ പോലെ തന്നെ അമ്യൂണിറ്റീസിനാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. അത് ബാക്കിയുള്ള പ്രോജക്ട്സിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന രീതിയിലുള്ള അമ്യൂണിറ്റീസാണ്. പിന്നെ പറയുന്ന ഇതൊരു 84 സെൻസിലാണ് ഇത് വരുന്നത്. ടോട്ടൽ 112 യൂണിറ്റ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല ബുക്കിംഗ് ഇപ്പോഴേ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് വളരെ പെട്ടെന്ന് സെല് ചെയ്ത് പോകുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. 3 years ആണ് പറയുന്നത്. അതെ. കെട്ടിട നിർമ്മാണ മേഖലയിൽ 45 വർഷത്തിലേറെ പരിചയസമ്പത്തുള്ള ചെയർമാൻ അയ്യപ്പൻ ഉണ്ണിത്താൻ്റെയും ഏതു പ്രവൃത്തിയും നിശ്ചയദാർഢ്യത്തോടുകൂടി ചെയ്തു തീർക്കുന്ന MD അരുണ ഉണ്ണിത്താൻ്റെയും പിന്തുണയാണ് ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ കരുത്ത്. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം അനന്തപത്മനാഭൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.